ഇസ്ലാമി ഒരുപാട് മാറി. ഇപ്പോൾ മതരാഷ്ട്രവാദം ഒന്നും ഇല്ലെന്നേ. മതരാഷ്ട്രം എന്ന ആശയവും പേര് നടക്കുന്ന ഒന്നാന്തരം വർഗീയവാദികളെ പറ്റി നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞതാണിത്. വർഗീയതയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരേ ഒരു പാർട്ടി കോൺഗ്രസ് ആണല്ലോ. അപ്പോ കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ വർഗീയ പാർട്ടി അല്ല, വർഗീയത വിട്ട പാർട്ടി തന്നെ വേണമല്ലോ. എന്തൊക്കെയാണോ പറയുന്നത്, എന്തൊക്കെയാണോ ചെയ്യുന്നത്, ബുദ്ധിയോ ഇല്ല, കുറച്ച് ബോധമെങ്കിലും അതുമില്ല. 4 വോട്ടിന് വേണ്ടി പ്രതിപക്ഷം പോറ്റി വളർത്തുന്നതും തോളത്ത് കൈയിട്ട് നടക്കുന്നതും ഈ നാടിന്റെ മതനിരപേക്ഷതയെ കാർന്നു തിന്നുന്ന ക്യാൻസറിനെയാണെന്ന് അവർക്കറിയാഞ്ഞിട്ടല്ല. എന്നാലും അവരത് ചെയ്യും. അവരുടെ ആവശ്യം എന്ത് നെറുകേട് കാണിച്ചും ഇടതുപക്ഷത്തെ തളർത്തുക എന്നതാണ്. സംഘപരിവാറിനോളം തന്നെ അപകടകരമായ ഒന്നാണ് ജമാഅത്തെ ഇസ്ലാമി വളർത്തുന്ന ന്യൂനപക്ഷ വർഗീയതയും. ഒന്നിനൊന്ന് വളമായി ഈ നാടിന്റെ മതനിരപേക്ഷതയെ ഇല്ലാതാക്കാൻ പ്രാപ്തിയുള്ള അസുര ശക്തികൾ. അവയെ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തുക എന്ന യഥാർത്ഥ രാഷ്ട്രീയത്തിനപ്പുറം അവരെ വളർത്തുന്ന, കൈ പിടിച്ചുയർത്തുന്ന പ്രതിപക്ഷത്തെയാണ് ഇന്ന് കാണാനാകുന്നത്. ലക്ഷ്യം പൂർത്തീകരിക്കാൻ എന്ത് വൃത്തികെട്ട മാർഗവും സ്വീകരിക്കുമെന്ന നിലപാടിലാണ് കോൺഗ്രസിന്റെ യാത്ര. വോട്ടിന് വേണ്ടി അവർ ഏത് മതവർഗീയവാദികളുമായി കൂട്ടുകൂടും, അവരോട് ഐക്യപ്പെടും. എന്നിട്ട് അത് പണ്ട് പറഞ്ഞതല്ലേ, അവർ ഒത്തിരി മാറി, ഇപ്പോഴങ്ങനല്ല, അവരോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞ് ഡയലോഗുകളും. മതനിരപേക്ഷ കേരളം വർത്തമാനകാലത്ത് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയാണ് ഈ ഇസ്ലാമിക തീവ്രവാദികൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നടത്തുന്ന വിഷമയമുള്ള ആശയപ്രചാരണം. സംഘപരിവാര വർഗീയതയ്ക്കെതിരെ നിരന്തരം നിലകൊള്ളുന്നവരാണ് ഈ നാട്ടിലെ ഭൂരിഭാഗവും. അവർക്ക് ഈ നാടിനെ കീഴടക്കാൻ സാധിക്കാതിരിക്കുന്നതും ആ ജാഗ്രത കൊണ്ട് തന്നെയാണ്. കോൺഗ്രസിന് ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ പോലും ശേഷിയില്ല എന്നത് വസ്തുതയാണ്. ലീഗ് പറയുന്നതിനൊക്കെയും മൂളിക്കൊടുക്കേണ്ടുന്ന അവസ്ഥ. ചുരുക്കി പറഞ്ഞാൽ UDFനെ നയിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി ആണെന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ പ്രതിപക്ഷ നേതാവും നേതാക്കളുമൊക്കെ അവരോട് ക്ഷമിക്കണമല്ലോ.